കൊല്ലം ചവറ നീണ്ടകരയിൽ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞ ഒരാൾ മരിച്ചു. 2 പേരെ കാണാതായി. അഴീക്കൽ സ്വദേശി രാജീവാണ് മരിച്ചത്. കാണാതായ രാധാകൃഷ്ണൻ, മകൻ ഗൗതം എന്നിവർക്കായി തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഇവരെ കാണാതായി മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? മനോജ്, കേൾക്കാമോ? ഈ അപകടത്തിൽ ഒരാളാണ് മരിച്ചത്. ഇപ്പോൾ 2 പേരെ കാണാതായിട്ടുണ്ട്. ഇവർക്കായുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? കോസ്റ്റൽ പോലീസും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും ഒക്കെ ചേർന്ന് ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ന് പുലർച്ചെയാണ് മത്സ്യബന്ധനത്തിനായി 14 പേരടങ്ങുന്ന മിയാമി എന്ന ഈ വള്ളം കടലിലേക്ക് പോയത്. ഇതിനു മുമ്പായി തന്നെ മഹാലക്ഷ്മി എന്ന് പറയുന്ന മറ്റൊരു വള്ളം കൂടെ ഉണ്ടായിരുന്നു. കടലിലേക്ക് പോകുന്ന വഴിയിലാണ് ഇത്തരത്തിൽ തിരയിൽപ്പെട്ട അപകടത്തിൽ ഈ വെള്ളം മറിയുമ്പോൾ ഇതിൽ നിന്നും കുറേയധികം പേർ കടലിലേക്ക് വീണു. ഇവരെ മുന്നിലേ പോയ ഒരു വള്ളമാണ് മഹാലക്ഷ്മി എന്ന് പറയുന്ന വള്ളത്തിലാണ് കിട്ടിയവരെല്ലാം കൊണ്ട് കരയ്ക്കെത്തിച്ചത്. എന്നാൽ ഇതിലൊരാൾ മരിച്ചിരുന്നു. രാജീവ് എന്ന പേരുള്ള വ്യക്തിയാണ് മരിച്ചത്. അതേസമയം തന്നെ 2 മത്സ്യത്തൊഴിലാളികളെ ഇനിയും കണ്ടുകിട്ടാനുണ്ട്. രാധാകൃഷ്ണൻ, ഗൗതം എന്ന പേരുള്ള അച്ഛനെയും മകനെയുമാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇവർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇവർക്ക് ഈ ബോട്ടിനടുത്ത്, ഈ മറിഞ്ഞ വള്ളത്തിനടുത്തേക്ക് പരിശോധനയ്ക്കായി എത്തുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഇപ്പോൾ ഒരുപാട് മത്സ്യത്തൊഴിലാളികളൊക്കെ അങ്ങനെ തന്നെ ഈ പുലിമുട്ടിൻ്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ കടലിലുമായൊക്കെ ഇങ്ങനെ തിരച്ചിൽ നടത്തുകയാണ്. കോസ്റ്റൽ പോലീസിൻ്റെ സംഘം, അതോടൊപ്പം മുങ്ങൽ വിദഗ്ധർ, ഇവരെല്ലാം തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ജനപ്രതിനിധികളും കളക്ടർ അടക്കമുള്ളവർ എത്തി എന്നുള്ളതാണ്. എന്തായാലും ഈ തിരച്ചിലിനുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും തങ്കശ്ശേരിയിൽ ഒരു ബോട്ട് അപകടമുണ്ടായിരുന്നു. ഇത്തരത്തിൽ വള്ളം മുങ്ങി അപകടത്തിൽ ഒരാൾ മരിച്ചിരുന്നു. അങ്ങനെ നിരവധിയായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കടലിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആവർത്തിച്ചിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഈ നീണ്ടകരയിലും ഉണ്ടായിട്ടുള്ളത്. ഈ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞത്. എന്തായാലും പ്രാർത്ഥനയോടുകൂടി മത്സ്യത്തൊഴിലാളികളൊക്കെ കാത്തിരിക്കുകയാണ് ഈ 2 പേരെ കണ്ടുകിട്ടാനായി. പ്രാർത്ഥനയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ആ 2 ജീവനുകൾ രക്ഷിക്കാൻ കഴിയണം, ജീവനോട് തിരികെ എത്തണം എന്ന രീതിയിൽ. മനോജാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകി.